Example 1.2. How much positive and negative charge is there in a cup of water? ഒരു cup of water എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട് എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടെന്നാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. ഒരു കപ്പ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് 250 ഗ്രാം വാട്ടർ ആണ് നമ്മളൊന്ന് അസ്യൂം ചെയ്തെടുക്കുകയാണ്. ഈ കപ്പ് ഓഫ് വാട്ടർ എന്ന ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ളൂ നമുക്കത് എത്രയാണെന്ന് അസ്യൂം ചെയ്യാം. 250 ഗ്രാം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. നമുക്കറിയാം മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്, 18 ആണ്. H2 ആണ്, അത് 18 ഗ്രാം ആണ് അല്ലേ. അതെ, അപ്പൊ നമുക്ക് എന്താ 250 ഗ്രാമിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 250 ഗ്രാം വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞേ. എത്രയാ ഗിവൺ മാസ് 250 ആണ്. ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എത്രയാണ് 18 ആണ്. ഇൻറ്റു എന്ത് ചെയ്യണം, അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6.02 ഇൻറ്റു 10⁻23 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. 6.02 ഇൻറ്റു 10⁻23 ഇത്രയാണ് 250 ഗ്രാം വാട്ടറിലുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ടോട്ടൽ പോസിറ്റീവ് ചാർജും ടോട്ടൽ നെഗറ്റീവ് ചാർജും ആണ്. അതായത് ഒരു H2 എടുത്താൽ, പറഞ്ഞ മക്കളെ, ഒരു H2 എടുത്താൽ അതിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്, എത്ര പ്രോട്ടോൺ ഉണ്ടടാ. ഒരു H2ൽ 2 Hഉം ഒരു ഓക്സിജനും ഉണ്ട് അല്ലെ. 2 H ഒരു ഓക്സിജൻ. ഒരു Hൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് അല്ലെങ്കിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ആണ്. അപ്പൊ 2 Hലാകുമ്പോൾ 2 ഇലക്ട്രോണും എന്താണ് 2 പ്രോട്ടോണും കാണും. ഒരു ഓക്സിജനിൽ 8 ഇലക്ട്രോണും 8 പ്രോട്ടോണും ആണ് ഉള്ളത്. അപ്പൊ ടോട്ടൽ നമുക്ക് ഒരു H2 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം, അവിടെ 10 ഇലക്ട്രോണും ഉണ്ട്, പിന്നെ എന്തുണ്ടടാ 10 പ്രോട്ടോണും ഉണ്ട്. ഓക്കെ അല്ലെ. 10 ഇലക്ട്രോണും 10 പ്രോട്ടോണും ഉണ്ട്. അപ്പൊ ടോട്ടൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇൻ എ കപ്പ് ഓഫ് വാട്ടർ, അതായത് 250 ഗ്രാം വാട്ടർ എന്ന് പറയുന്നത് എത്ര വരും. ഇപ്പൊ കണ്ടുപിടിച്ച ആ മോളിക്യൂൾസിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ഇലക്ട്രോൺ ഇല്ല, ഒരു മോളിക്യൂളിൽ 10 ഇലക്ട്രോൺ ഉണ്ട്. ആ അത്രയും മോളിക്യൂൾസിൽ അപ്പൊ അത്രയും 10 ഇലക്ട്രോൺ ഉണ്ട്. അത് വെച്ച് എന്ത് ചെയ്യണം, 10 ഇലക്ട്രോൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 250/18 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ഇത്രയും മോളിക്യൂൾ ഉണ്ട്. അതിൽ ഓരോ മോളിക്യൂളും 10 ഇലക്ട്രോൺ വെച്ചുണ്ട്. അപ്പൊ 10 ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ, 1.6 ഇൻറ്റു 10⁻⁻90 കൂളം. ഇത്രയും കിട്ടത്തില്ലേ, കിട്ടും. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് സെയിം ആയിരിക്കും, കാരണം രണ്ടിനും 10 ഇലക്ട്രോണും 10 പ്രോട്ടോണും ഉള്ളത്. അപ്പൊ പോസിറ്റീവ് ചാർജ് സെയിം ആയിരിക്കും, നെഗറ്റീവ് ചാർജ് സെയിം ആയിരിക്കും. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1.34 ഇൻറ്റു 10⁻7 കൂളോം എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ, 1.34 ഇൻറ്റു 10⁻7 കൂളോം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Example 1.3. Coulomb's law for electrostatic force between two point charges and Newton's law for gravitational force between two stationary point masses both have inverse correlate dependence on the distance between the charges and the masses respectively. Compare the strength of these forces by determining the ratio of their magnitudes. First one for an electron and a proton, and 2 for two protons. B. Estimate the accelerations of electron and proton due to the electrical force of their mutual attraction when they are 1 angstrom apart. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. നമ്മൾ 2 ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൂളോംസ് ലോ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷൻ പഠിച്ചപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഒരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. രണ്ടിന്റെ ഒരു പ്രത്യേകത എന്താ, ബോത്ത് ഹാവ് ഇൻവേഴ്സ് സ്ക്വയർ ഡിപെൻഡൻസ് അല്ലെ. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ F എന്താ ഇക്വേഷൻ, Gm1m2/r² ആണ്. അതായത് ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. കൂളോംബിക് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ എന്താ, 1/4πε0 ഇൻറ്റു Q1 Q2/r² ആണ്. ഇവിടെ r² എന്താ മക്കളെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി അത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എ പാർട്ട് ക്വസ്റ്റ്യൻ എന്താണെന്നറിയാവോടാ. കമ്പയർ ദി സ്ട്രെങ്ത് ഓഫ് ദീസ് ഫോഴ്സസ് ബൈ ഡിറ്റർമൈനിങ് ദി റേഷ്യോ ഓഫ് ദിയർ മാഗ്നിറ്റ്യൂഡ്സ്. അവരുടെ മാഗ്നിറ്റ്യൂഡ്സിന്റെ അവരുടെ ആ റേഷ്യോ എടുക്കാൻ ഏതില്ല, അതായത് ഫസ്റ്റ് കേസിൽ എടുക്കുകയാണെങ്കിൽ ഫോർ ആൻ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ, ഒരു ഇലക്ട്രോണിനെ പ്രോട്ടോണിനെ എടുത്തിട്ട് അവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെയും എന്തെടുക്കണം, റേഷ്യോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് കേസിലാകുമ്പോൾ 2 പ്രോട്ടോൺസ് തമ്മിലുള്ളതാ ചോദിച്ചത്. ഓക്കെ അല്ലേ. ഓക്കെ, ഇവരിൽ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫോഴ്സ് Fe/Fg എടുക്കാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റേഷ്യോ എടുക്കാം. അതെങ്ങനെ കിട്ടും, നമുക്കറിയാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ K Q1 Q2/r² എന്ന് എഴുതിക്കൂടെ, എഴുതാം. അപ്പോ എഫ് ഇത് ഇ ആണ്, ഇത് ജി ആണ്. Fe/Fg ഇവിടുന്ന് എങ്ങനെ കിട്ടുവാടാ പറഞ്ഞേ, K Q1 Q2 ഡിവൈഡഡ് ബൈ Gm1 m2 എന്ന് കിട്ടത്തില്ലേ, r² രണ്ടിടത്തും ക്യാൻസൽ ആയി പോയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാം,
കെ Q1 Q2 ഡിവൈഡഡ് ബൈ ജി M1 M2 എന്ന് എഴുതാം. കെയുടെ വാല്യൂ എത്ര മക്കളെ? 9 ഇൻറ്റു 10⁻9 ഇൻറ്റു Q1. ഇലക്ട്രോണും പ്രോട്ടോണും ചാർജ് സെയിം തന്നെ ആയിരിക്കും. 1.6 ഇൻറ്റു 10⁻19 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻19 ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ എത്രയാ പറഞ്ഞേ? 6.67 ഇൻറ്റു 10⁻11 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ എത്ര മക്കളെ? 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ എത്രയാ? 1.6 ഇൻറ്റു 10⁻27. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാവോടാ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2.27 ഇൻറ്റു 10⁻39 എന്ന് കിട്ടും. എത്ര കിട്ടും? 2.27 ഇൻറ്റു 10⁻39. ഇനി എനിക്ക് 2.3 ഇൻറ്റു 10⁻39 എന്നുള്ളൊരു ഓർഡറിൽ എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ഫസ്റ്റ് കേസ്. ഏത് കേസ് ആയിരുന്നു? ഫോർ ആൻ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. ഇനി നമ്മൾ സെക്കൻഡ് കേസിലോട്ട് വരുക. സെക്കൻഡ് കേസിൽ ആരൊക്കെ എടുക്കേണ്ടത്? ഫോർ 2 പ്രോട്ടോൺസ്. 2 പ്രോട്ടോണിന്റെ കേസാണ്. ഫോർ 2 പ്രോട്ടോൺസ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ FE/FG എടുത്താൽ പറഞ്ഞേ, FE/FG എടുത്താൽ എങ്ങനെ വരുവാടാ? കെ Q1 Q2 ബൈ ജി M1 M2 തന്നെയാണ്. കെയുടെ വാല്യൂ എന്താണ്? 9 ഇൻറ്റു 10⁻9 ആണ്. Q1 ന്റെ വാല്യൂ എത്ര? 2 പ്രോട്ടോൺ അല്ലേ? ചാർജ് അവിടെ സെയിം ആയിരിക്കും. 1.6 ഇൻറ്റു 10⁻19 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻19 ഡിവൈഡഡ് ബൈ ജി M1 M2. ജി എത്രയാ? 6.67 ഇൻറ്റു 10⁻11. M1 എത്രയാ മക്കളെ? രണ്ടും പ്രോട്ടോൺ തന്നെയാ. 1.6 ഇൻറ്റു 10⁻27 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻27 എന്ന് കിട്ടും. ഓക്കെ അല്ലേടാ? ഓക്കെ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് 1.24 ഇൻറ്റു 10⁻36 എന്ന് കിട്ടും. എത്ര കിട്ടും? 1.24 ഇൻറ്റു 10⁻36. രണ്ടും കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ മാഗ്നിറ്റ്യൂഡിന്റെ റേഷ്യോ എടുത്തിട്ടില്ലേ? ഒന്നാമത്തെ കേസ് ഇലക്ട്രോണും പ്രോട്ടോണിന്റെ ഇടയ്ക്കുള്ളതാണെങ്കിൽ 2.27 ഇൻറ്റു 10⁻39. രണ്ട് പ്രോട്ടോണിന്റെ ഇടയ്ക്കുള്ള അവരുടെ റേഷ്യോ ആണെങ്കിൽ 1.24 ഇൻറ്റു 10⁻36. ക്വസ്റ്റ്യൻ എ ക്ലിയർ ആയില്ലേ? എ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബി പാർട്ട് ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താ ബി പാർട്ട് ക്വസ്റ്റ്യൻ? എസ്റ്റിമേറ്റ് ദി ആക്സലറേഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ ഡ്യൂ ടു ദി ഇലക്ട്രിക് ഫോഴ്സ് ഓഫ് ദിയർ മ്യൂച്വൽ അട്രാക്ഷൻ വെൻ ദേ ആർ 1 ആംസ്ട്രം എപ്പാർട്ട്. അതായത് 1 ആംസ്ട്രം എപ്പാർട്ടിലാവുമ്പോൾ ഉള്ള എന്താണ്? പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്യാലോ? ബി പാർട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ബി പാർട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആദ്യം നമ്മൾ അവർ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള എന്ത് കണ്ടുപിടിക്കണം? ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലെ? കൂളോംബിക് ഫോഴ്സ് കണ്ടുപിടിക്കണം. F is equal to K Q1 Q2 by R square ആണ്. ഇവിടെ K എത്രയാ മക്കളെ? 9 ഇൻറ്റു 10⁻9. Q1 എത്രയാണ്? 1.6 ഇൻറ്റു 10⁻90. Q2 സെയിം തന്നെ, പ്രോട്ടോൺ 1.6 ഇൻറ്റു 10⁻90 ഡിവൈഡഡ് ബൈ R എത്രയാണെന്ന് തന്നിട്ടുള്ള 1 ആംസ്ട്രം, അതായത് 10⁻10 the whole square. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് 2.304 ഇൻറ്റു 10⁻8 ന്യൂട്ടൺ എന്ന് കിട്ടും. ഫോഴ്സ് എത്ര കിട്ടും? 2.304 ഇൻറ്റു 10⁻8 ന്യൂട്ടൺ എന്ന് കിട്ടും. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ആണ്. ആക്സിലറേഷൻ എന്താ? ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ആണ്. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഓഫ് പ്രോട്ടോണോ ഇലക്ട്രോണോ കണ്ടുപിടിക്കേണ്ട, അതിൽ ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ നമുക്ക് കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു AE ഈസ് ഈക്വൽ ടു F ബൈ ME എടുത്താൽ മതി. F എത്രയാ മക്കളെ? 2.304 ഇൻറ്റു 10⁻8 ആണ്. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ എത്ര വരും? 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2.5 ഇൻറ്റു 10⁻22 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ ഓഫ് പ്രോട്ടോൺ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഓഫ് പ്രോട്ടോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫോഴ്സ് രണ്ടിടത്ത് സെയിം ആയിരിക്കും. അപ്പൊ A ഈസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ പ്രോട്ടോണിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫോഴ്സ് എത്ര തന്നെയാ? 2.304 ഇൻറ്റു 10⁻8 തന്നെയാണ്. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് പ്രോട്ടോൺ എത്രയാ മക്കളെ? 1.6 ഇൻറ്റു 10⁻27 കിലോഗ്രാം. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.4 ഇൻറ്റു 10⁻9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 1.4 ഇൻറ്റു 10⁻19 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചായിരുന്നു? ഒരു ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഇടയ്ക്കുള്ള ആ ഒരു ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും റേഷ്യോയും കണ്ടുപിടിച്ചു. പിന്നെ എന്ത് ചെയ്തു? നമ്മൾ ഓരോരുത്തരുടെ ആക്സിലറേഷനും കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എക്സാമ്പിൾ 1.3 കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എക്സാമ്പിൾ 1.5 വരുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ, എക്സാമ്പിൾ 1.4 നമ്മുടെ ടെസ്റ്റിലുള്ളത് ഇൻഡക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇൻഡക്ഷന്റെ തിയറി ഒക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് അത് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇൻഡക്ഷൻ എന്തുവാണെന്ന് പറയുന്നതാ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എക്സാമ്പിൾ 1.5 വരാം. എന്തുവാണ് എക്സാമ്പിൾ 1.5 പറയുന്നത്? 3 ചാർജസ് ഉണ്ട്, Q1 Q2 Q3. അത് 3 Q ചാർജ് ആണ്. അതായത് Q1 Q2 Q3 എത്ര ചാർജിന് ഈക്വൽ ആണ്? Q ചാർജിന് ഈക്വൽ ആണ്. അതൊരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ 3 കോർണർ വെർട്ടിസസിലായിട്ട് വെച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു Q എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ലെറ്റർ Q എന്ന് പറയുന്ന ചാർജ് എന്ത് ചെയ്തു, ആ ഒരു ട്രയാങ്കിളിന്റെ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സെൻട്രോളിൽ കൊണ്ടുവച്ചാൽ ആ ഒരു സെൻട്രോൾ ആ ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനൊരു Q കൊണ്ടുവച്ചാൽ ഈ Qന് ഈ Q1 കൊണ്ടൊരു ഫോഴ്സ് എക്സർട്ട് ചെയ്യും, ഈ Q3 കൊണ്ടൊരു ഫോഴ്സ് എക്സർട്ട് ചെയ്യും, Q2 കൊണ്ട് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ആദ്യം വരച്ചു നോക്കിയാൽ മതി. ഇവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് എങ്ങനെയാണെന്ന് പറയാം. ഇപ്പൊ Q1 കൊണ്ട് ഈ രണ്ട് Q പോസിറ്റീവ് അല്ലേ? അപ്പൊ Q1 കൊണ്ടുണ്ടാവുന്ന ഈ Qന് ഉണ്ടാവുന്ന ചാർജ് എന്തായിരിക്കും? റിപ്പൾഷൻ ആയിരിക്കും. ആ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? ഇങ്ങോട്ടായിരിക്കും F1 ഫോഴ്സ് ആക്ട് ചെയ്യുക. അതായത് Q1 ചാർജ് കൊണ്ട് Qന് ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അത് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഓക്കെ അല്ലേ? അതിന്റെ ഇക്വേഷൻ എന്തുവരും? F1 ഈസ് ഈക്വൽ ടു എന്തുവരും? K ഇൻറ്റു Q1 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഒരു സെൻട്രോയിൽ നിന്ന് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളില് സെൻട്രോയിഡിൽ നിന്ന് ഒരു വെർട്ടെക്സിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാവോടാ? L/√3 ആണ്. എത്ര മക്കളെ? L/√3 ആണ്. L എന്ന് പറഞ്ഞാൽ സൈഡ് ഓഫ് ദി ഇക്വലാറ്റർ ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? L/√3 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഈ L/√3 എങ്ങനെ കിട്ടിയെന്ന് അറിയാവോ? നമുക്ക് ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? നമ്മുടെ പൈതഗോറസ് തിയറം വെച്ച് AD എന്ന് പറയുന്നത് മീഡിയൻ എന്നാ പറയുന്നത്. AD യുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? റൂട്ട് ഓഫ് ഇത് എത്രയാണ്? L². അപ്പൊ L² മൈനസ് L/, ഇത് എത്ര വരും? L/2 വരും. ഇത് ഫുൾ അല്ല, അപ്പൊ ഇത് L/2 വരും. L/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് L² മൈനസ് L²/4 എന്ന് എഴുതാൻ പറ്റും. ഇത് √3 L/2 എന്ന് കിട്ടും. ഇനി ഒരു വെർട്ടെക്സും ഒരു സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? 2/3 AD ആയിരിക്കും. 2/3 ഓഫ് ഹൈറ്റ് ആയിരിക്കും. അപ്പൊ എന്ത് വരും? ഇത് 2/3 ഇൻറ്റു √3 L/2 എന്ന് വരും. ഈ 2ഉം 2ഉം ക്യാൻസൽ ആവും. √3യും 3യും ക്യാൻസൽ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? L/√3 എന്ന് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ ഒരു സംഭവം കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ F1 ഫോഴ്സ് ആക്ട് ചെയ്യും. ഇനി നമുക്ക് അടുത്ത ഫോഴ്സ് ഏത് വരുവാടാ? ഈ Q2 എന്ന് പറയുന്ന ചാർജും എന്ത് ചെയ്യോടാ? ഈ Qനെ റിപ്പൽ ചെയ്യും. രണ്ടും പോസിറ്റീവ് ചാർജ് ആണ്, റിപ്പൽ ചെയ്യും. ആ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട് F2 ആക്ട് ചെയ്യും. ഇങ്ങോട്ട് എന്ത് ആക്ട് ചെയ്യും? F2 ആക്ട് ചെയ്യും. ഇനി ഈ Q3 എന്ന് പറയുന്ന ചാർജ് ഇതിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അത് എങ്ങോട്ട് റിപ്പൽ ചെയ്യും? ഇങ്ങോട്ട് Q3 റിപ്പൽ ചെയ്യും. ഇങ്ങോട്ട് എന്ത് ചെയ്യോടാ? Q3 റിപ്പൽ ചെയ്യും. അപ്പൊ F3 ഫോഴ്സ് ഇങ്ങോട്ട് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഈ രണ്ട് ഫോഴ്സുകൾ, ഈ 3 ഫോഴ്സ് സെയിം ആയിരിക്കും. കാരണം 3-ലെടുത്താലും Q1 അല്ലേ മാറുന്നുള്ളൂ. Q1 Q2 Q3 അത് 3 ഈക്വൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് F2 എത്ര തന്നെ വരും? KQ ഇൻറ്റു Q ഡിവൈഡ് ബൈ L/√3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. F3 എന്ത് തന്നെ വരും? KQ ഇൻറ്റു Q ഡിവൈഡ് ബൈ L/√3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അതായത് 3 ഫോഴ്സ് ഈക്വൽ ആണെന്ന് വരും. ഇതിന്റെ അകത്ത് ഈ F3യും F2യും തമ്മിൽ നോക്കിയാൽ അവരുടെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും ഇവിടെ? ഇത് ഫുള്ള് 360 അല്ലേ? അപ്പൊ 360/3 ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. അതായത് 120 ഡിഗ്രി ആയിരിക്കും. രണ്ട് ഈക്വൽ വെക്ടേഴ്സ് 120 ഡിഗ്രിയിൽ സ്പ്ലിറ്റ് ചെയ്താൽ അവരുടെ റിസൾട്ടന്റ് വെക്ടർ എത്ര തന്നെ ആയിരിക്കും? F തന്നെ ആയിരിക്കും. അവരുടെ റിസൾട്ടന്റ് വെക്ടർ എത്ര തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇത് F ആണ്, ഇത് F ആണ്, ഇതും F ആണെന്ന് എനിക്കറിയാം. 3 ഫോഴ്സ് സെയിം അല്ലേ? അപ്പൊ ഇങ്ങോട്ടുള്ളത് എത്ര തന്നെ ആയിരിക്കും? രണ്ടിന്റെ റിസൾട്ടന്റ് 120 ഡിഗ്രിയിലാണ് സെപ്പറേറ്റ് ചെയ്യുന്ന ഈ റിസൾട്ടന്റ് F തന്നെ ആയിരിക്കും. അത് എങ്ങോട്ട് ആക്ട് ചെയ്യും? നേരെ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇങ്ങോട്ട് ആക്ട് ചെയ്യടാ, ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇങ്ങോട്ട് F ഫോഴ്സ് ഉണ്ട്. ഇത് രണ്ടിന്റെ റിസൾട്ടന്റ് ആണ് ഇത്. ഓക്കെ അല്ലേ? അപ്പൊ ഇപ്പൊ ടോട്ടലി ഫോഴ്സ് എങ്ങോട്ടാ? ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട് F, താഴോട്ട് ഒരു ഫോഴ്സ് ഉണ്ട് F. ഈ രണ്ട് ഫോഴ്സ് എന്തായി പോകും മക്കളെ? ക്യാൻസൽ ആയി പോകത്തില്ലേ? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്താൽ അത് എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ഈക്വൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ ക്യാൻസൽ ആയി പോകും. അപ്പൊ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, നെറ്റ് ഫോഴ്സ് ഓൺ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? 0 എന്ന് വരും. ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Example 1.6. Consider the charges Q, Q and minus Q placed at the vertices of an equilateral triangle as shown in figure 1.7. What is the force on each charge? ഇതിൽ ഓരോ ചാർജിലും ഉള്ള എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. നമുക്ക് Q1 ചാർജ് ആദ്യം എടുക്കാം. Q1 ചാർജ് ആദ്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ Q2 ഉണ്ട്, ഇവിടെ ഒരു Q3 ഉണ്ട്. Q2 Q തന്നെയാ അല്ലെ? Q2 Q തന്നെ, അതായത് രണ്ട് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇത് കൊണ്ടുള്ള ഈ Q2 കൊണ്ടുള്ള ഇതിന് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആണ് F1. അതാണ് F12 ഇങ്ങോട്ട്.
കണ്ടോ? ഇവിടെ മൈനസ് ക്യൂ ചാർജ് ആണ്. ഈ പ്ലസ് ക്യൂവിനെയും മൈനസ് ക്യൂ അട്രാക്ട് ചെയ്യും. അപ്പൊ F13 എന്ത് ചെയ്യും? അങ്ങോട്ടായിരിക്കും എന്ത് ചെയ്യും? അത് അട്രാക്ട് ചെയ്യും. ഈ രണ്ട് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം ഈ ലെങ്ത് എൽ തന്നെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ്, രണ്ട് ചാർജും ക്യൂ വെച്ച് ആണ്. അപ്പൊ രണ്ട് ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇത് ഇങ്ങോട്ടും ആക്ട് ചെയ്യും, ഇത് ഇങ്ങോട്ടും ആക്ട് ചെയ്യും അല്ലേ? അതെ. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. ഈ ആംഗിൾ അപ്പൊ എത്രയായിരിക്കും? 180 മൈനസ് 60 ആണ്. ഇത് 120 ഡിഗ്രി ആയിരിക്കും. 120 ഡിഗ്രിയിൽ രണ്ട് ഈക്വൽ ഫോഴ്സസ് അല്ലെങ്കിൽ രണ്ട് ഈക്വൽ വെക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? റിസോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വെക്ടർ എന്തായിരിക്കും? എഫ് തന്നെ ആയിരിക്കും. സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങോട്ടുള്ളത് എന്തായിരിക്കും? ഇവിടെ എഫ് ആയിരിക്കും. ഇങ്ങോട്ട് നമുക്ക് എന്ത് കിട്ടും? എഫ്, നെറ്റ് ഫോഴ്സ് എഫ് എന്ന് കിട്ടും. ആ നെറ്റ് ഫോഴ്സ് എഫ് എന്തിന് പാരലൽ ആയിരിക്കും? നമ്മുടെ ബി സി എന്ന് പറയുന്ന കമ്പൗണ്ടിന് പാരലൽ ആയിട്ടായിരിക്കും നെറ്റ് ഫോഴ്സ് കിട്ടുക. Q1 Q1 നെറ്റ് ഫോഴ്സ് കിട്ടിയില്ലേ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാൻ പറഞ്ഞാൽ എത്ര എഴുതാം? 1/4πε0 ഇൻറ്റു പറഞ്ഞേ ക്യൂ സ്ക്വയർ, ക്യൂവും ക്യൂ അല്ലേ, എന്താ സൈൻ എടുക്കണ്ട, ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടൂടാ? എൽ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതായിരിക്കും നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് അത് തന്നെ, ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് അത് തന്നെ. രണ്ടും 120 ഡിഗ്രിയിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് 120 ഡിഗ്രിയിലെ രണ്ട് ഈക്വൽ വെക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഇത് എഫ്, ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ നെറ്റ് റിസൾട്ടന്റ് എന്ന് പറയുന്നത്, എഫ് നെറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമുക്കറിയാം, എഫിന് ഈക്വൽ ആയിരിക്കും എന്നറിയാം. അപ്പൊ ആ എഫിന്റെ വാല്യൂ എന്താ? 1/4πε0 ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ എൽ സ്ക്വയർ തന്നെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ ക്ലിയർ ആയി. ഇനി നമുക്ക് സെക്കൻഡ് വൺ എടുത്തു നോക്കാം. സെക്കൻഡ് വൺ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് Q2നെയാണ് നമ്മൾ എടുക്കുന്നത്. ഈ ക്യൂ കൊണ്ട്, ഈ Q1ലെ ക്യൂ കൊണ്ട് അത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുകൊണ്ടാണ് F21 ഇങ്ങോട്ട്. ഇവിടെ മൈനസ് ക്യൂ ഉണ്ട്, അത് അതിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ F23 ഇങ്ങോട്ട്. നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ ഇത് 60 ആണ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, അതുകൊണ്ട് ഇത് 120 ഡിഗ്രി ആവും. അപ്പൊ നെറ്റ് റിസൾട്ടന്റ് എങ്ങോട്ടായിരിക്കും? എഫ് തന്നെ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് എഫ്, സെയിം വെക്ടർ എഫ് തന്നെ ആയിരിക്കും, അത് ഇങ്ങോട്ടായിരിക്കും. അതായത് എ സിക്ക് പാരലൽ ആണെന്ന് നമുക്ക് പറയാം. അവിടുത്തെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് വെച്ച് എന്ത് തന്നെ വരും? 1/4πε0 ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് തന്നെ വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അത് കാരണം എഫിന് തന്നെ ഈക്വൽ ആയിരിക്കും. 120 ഡിഗ്രി സെപ്പറേറ്റ് ചെയ്താൽ അത് എഫിന് ഈക്വൽ ആയിരിക്കും. എഫ് ഇവിടെ എവിടെ എഴുതിയാലും എന്താ കിട്ടുന്നത്? 1/4πε0 ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ തന്നെ കിട്ടുന്നത്. കാരണം മൂന്നും ചാർജ് സെയിം ആ, ഒന്നിലും മൈനസ് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. അതിന്റെ ഡയറക്ഷൻ പറയാനാണ് നമ്മൾ സൈൻ നോക്കുന്നത്. അത് എങ്ങോട്ടായിരിക്കും? എല്ലാം എ സിയുടെ ഡയറക്ഷനിലായിരിക്കും. അപ്പൊ Q2 നമുക്ക് ക്ലിയർ ആയി, 1ഉം ക്ലിയർ ആയി, 2ഉം ക്ലിയർ ആയി. ഇനി നമ്മൾ തേർഡ് ചാർജ് നോക്കാം. നമ്മൾ തേർഡ് ചാർജ് നോക്കണം. തേർഡ് ചാർജ് മൈനസ് ക്യൂ ആണ്. ആ മൈനസ് ക്യൂ ഈ ക്യൂവിനെ എന്ത് ചെയ്യും? രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യും. ആ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും, F31. അതുപോലെ ഇത് മൈനസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ ആണ്, അതും എന്താ ഓപ്പോസിറ്റ് ചാർജസ് ആണ്, അതും അട്രാക്ട് ചെയ്യും. അപ്പൊ ഇങ്ങോട്ടായിരിക്കും ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഈ രണ്ട് ഫോഴ്സും 1/4πε0 ക്യൂ സ്ക്വയർ ബൈ എൽ സ്ക്വയർ തന്നെയാണ്. അപ്പൊ ഇവര് തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത ആംഗിൾ എത്ര നോക്കിയ മക്കളെ? ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ അല്ലേ? 60 ഡിഗ്രി ആണ്. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ വെക്ടേഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ നെറ്റ് റിസൾട്ടന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? √3f ആയിരിക്കും. എത്രയായിരിക്കും? √3f ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയ്ക്ക് ഈക്വൽ ആയിരിക്കും? F3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? √3fന് ഈക്വൽ ആയിരിക്കും. √3 ഇൻറ്റു എഫ് എത്ര തന്നെയാ? 1/4πε0 ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ F3യും കിട്ടിയില്ലേ? F1ഉം F2 എത്രയാ മക്കളെ? 1/4πε0 ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. അവരുടെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു. F2 ആവുമ്പോൾ എലോങ് പാരലൽ ടു എ സി വരും. F1 ആവുമ്പോൾ എലോങ് പാരലൽ ടു എന്ത് വരും എടാ? ബി സി വരും അല്ലെ? ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ ബൈസെക്ടർ എ സി ബിയുടെ ആംഗിൾ ബൈസെക്ടർ കറക്റ്റ് ഇങ്ങനെ സെന്ററിലോട്ടായിരിക്കും എന്തിന്റെ ഡയറക്ഷൻ? നമ്മുടെ F3യുടെ ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Example 1.7. An electron falls through a distance of 1.5 cm in a uniform electric field of magnitude 2 into 10⁴ Newton per coulomb. Figure 1.10a. കണ്ടോ ഈ ഫിഗർ? ഇവിടെ എന്താണ്? ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാ? 1.5 സെന്റിമീറ്റർ ആണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷൻ ആണ്. 2 into 10⁴ Newton per coulomb ആണ് മാഗ്നിറ്റ്യൂഡ്. The direction of the field is reversed. അടുത്ത ഒരു ഫിഗർ ആയപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അൺചേഞ്ച്ഡ് ആണ്. അവിടുന്ന് ഒരു പ്രോട്ടോൺ ആണ് എന്ത് ചെയ്യുന്നത്? ഫാൾ ചെയ്യുന്നത് സെയിം ഡിസ്റ്റൻസ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കമ്പ്യൂട്ട് ദ ടൈം ഓഫ് ഫാൾ ഇൻ ഈച്ച് കേസ്. അതായത് നമ്മുടെ ഫ്രീ ഫാൾ അണ്ടർ ഗ്രാവിറ്റിയുടെ ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് ചെയ്ത് കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? ടൈം ഓഫ് ഫാൾ രണ്ട് കേസിലും കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ? കണ്ടുപിടിക്കാം. ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫീൽഡ് എന്താണ്? അപ്വേർഡ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ്സ് ആയിരിക്കും. ആ ഫോഴ്സ് എന്തിന് ഈക്വലാവും? ഇക്ക് ഈക്വലാവും. എന്തിന് ഈക്വലാവും? ഇക്ക് ഈക്വലാവും. അപ്പൊ ഇവിടുന്ന് MA is equal to എന്ത് വരും? EE. രണ്ടും ഫോഴ്സ് അല്ലേ? ഇവിടുന്ന് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു EE ബൈ M എന്ന് വരും.
ഇത് ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ആയിട്ട് ME എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ടൈം ഓഫ് ഫാളിന്റെ ഇക്വേഷൻ എന്താ? ടൈം ഓഫ് ഫാൾ ഈസ് ഈക്വൽ ടു √2h/g അല്ലേ? ഇവിടെ ജിക്ക് പകരം ആക്സിലറേഷൻ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? √2h ഡിവൈഡഡ് ബൈ E/m എന്ന് കിട്ടും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? √2hm ഡിവൈഡഡ് ബൈ E എന്ന് കിട്ടും. ഇനി നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാമല്ലോ. √2 ഇൻറ്റു എച്ചിന്റെ വാല്യൂ എത്ര വരുവാടാ? എച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ എത്ര 1.5 സെന്റിമീറ്റർ അല്ലേ ഹൈറ്റ്. അപ്പൊ 1.5 ഇൻറ്റു 10⁻⁻² വരും. ഇനി മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 9.1 ഇൻറ്റു ഇലക്ട്രോണിന്റെ കേസല്ലേ 10⁻31 ആണ്. ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 ഇൻറ്റു 10⁻90 ആണ്. ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? 2 ഇൻറ്റു 10⁻4. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് 2.9 ഇൻറ്റു 10⁻⁻9 എന്ന് കിട്ടും. എത്ര കിട്ടും മക്കളെ? 2.9 ഇൻറ്റു 10⁻⁻9 എന്ന് കിട്ടും സെക്കൻഡ്സ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിപ്പോ ആരുടെയാണ്? ഫസ്റ്റ് കേസിൽ ഇലക്ട്രോണിന്റെ ആണ്. സെക്കൻഡ് കേസ് ആകുമ്പോൾ ഫീൽഡ് എങ്ങോട്ടാണ്? ഡൗൺവേർഡ് ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ് തന്നെ ആയിരിക്കും. അത് പ്രോട്ടോൺ അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? അത് സെയിം തന്നെയാ. T is equal to √2h ഡിവൈഡഡ് ബൈ നേരത്തെ ഇലക്ട്രോൺ ആയിരുന്നു, ഇപ്പൊ ആക്സിലറേഷൻ ഓഫ് പ്രോട്ടോൺ വരും. ഹൈറ്റ് ഒക്കെ സെയിം അല്ലേ? അപ്പൊ √2 ഇൻറ്റു h എത്രയാ മക്കളെ? 1.5 ഇൻറ്റു 10⁻⁻2 ഇൻറ്റു ഈ APക്ക് വരെ എന്തിട്ട് കൊടുക്കാം? E/mp എന്ന് വരും. അപ്പൊ ഈ എത്രയാണ്? ചാർജ് രണ്ടിന് സെയിം ആണ് അല്ലേ? അപ്പൊ ഈ താഴെയല്ലേ വരുന്ന മാസ് ആയിരിക്കും മുകളിൽ വരുന്നത്. മാസ് എത്രയാണ്? പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുമ്പോൾ 1.6 ഇൻറ്റു 10⁻27 ഡിവൈഡഡ് ബൈ E അല്ലേ വരുന്നത്. E എത്രയാണ്? 1.6 ഇൻറ്റു 10⁻9 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എത്ര തന്നെയാ? 2 ഇൻറ്റു 10⁻4 തന്നെയാണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അറൗണ്ട് ഒരു 1.3 ഇൻറ്റു 10⁻7 സെക്കൻഡ് എന്ന് കിട്ടും. എത്ര കിട്ടും? 1.3 ഇൻറ്റു 10⁻7 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? രണ്ട് കേസിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ടൈം ഓഫ് ഫാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ഇവിടെ ഇലക്ട്രോണിന്റെ ടൈം പീരീഡ് 2.9 ഇൻറ്റു 10⁻9 സെക്കൻഡ് എന്നും പ്രോട്ടോണിന്റെ ടൈം പീരീഡ് 1.3 ഇൻറ്റു 10⁻7 സെക്കൻഡ് എന്നും കിട്ടി. നമുക്ക് ഇത് ഫ്രീ ഫാളർ അണ്ടർ ഗ്രാവിറ്റി ആയിട്ട് കോൺട്രാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഒരു പ്രോട്ടോണിന്റെ കേസിൽ എന്ത് കണ്ടുപിടിച്ച് നോക്കാം? ആക്സിലറേഷൻ കണ്ടുപിടിച്ച് നോക്കിയാൽ AP എടുത്ത് നോക്കില്ല. അതായത് നമ്മളിപ്പോ ഇവിടെ AP ഡാറ്റ ഇട്ട് കൊടുത്തു. AP എല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു എന്ത് വരും? 2 ഇൻറ്റു 10⁻4 ഡിവൈഡ് ബൈ മാസ് ഓഫ് പ്രോട്ടോൺ എത്ര കിട്ടും? 1.6 ഇൻറ്റു 10⁻27 വരും. ഇത് എത്ര കിട്ടുമെന്ന് അറിയാം? അവിടെ ആക്സിലറേഷൻ ഓഫ് പ്രോട്ടോൺ 1.9 ഇൻറ്റു 10 സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ആക്സിലറേഷൻ ഓഫ് പ്രോട്ടോൺ കിട്ടുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ വലിയൊരു വാല്യൂ അല്ലേ? അവിടെ അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെ എന്താ മക്കളെ? നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ എഫക്ട് ഓഫ് ഗ്രാവിറ്റി നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഫ്രീ ഫാൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തോ പറഞ്ഞിട്ടുള്ള ഫ്രീ ഫാൾ ഡ്യൂറിങ് എ ഫ്രീ ഫാൾ ആ ഒരു ആക്സിലറേഷൻ ഓഫ് ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല? മാസ് ഓഫ് ദി പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ പാർട്ടിക്കിൾ മാറിയപ്പോൾ ടൈം പീരീഡ് മാറിയ നമുക്ക് കിട്ടിയത്. പ്രോട്ടോണിന്റെ കേസിൽ 1.3 ഇൻറ്റു 10⁻7 ഇലക്ട്രോണിന്റെ കേസിൽ 2.9 ഇൻറ്റു 10⁻9 കിട്ടിയത്. അതായത് ടൈം ഓഫ് ഫാൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്തു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഇവിടെ വളരെ വലിയൊരു വാല്യൂ. അത് ആരുമായിട്ട് എന്താ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാ. നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒക്കെ ഇവിടെ നെഗ്ലിജിബിൾ ആ. അതുകൊണ്ട് ഇവിടെ എന്ത് ഇഗ്നോർ ചെയ്യും? എഫക്ട് ഓഫ് ഗ്രാവിറ്റി ഇഗ്നോർ ചെയ്ത് കളയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എക്സാമ്പിൾ 1.8. Two point charges Q1 and Q2 of magnitude plus 10⁻⁻8 coulomb and minus 10⁻⁻8 coulomb respectively are placed 0.1 meter apart. Calculate the electric field at point A, B and C as shown in figure 1.11. ഈ എയിലും ഇവിടെയാണ് എ, ഇത് ബി, ഇത് സി. ഈ എയിലും ബിയിലും സിയിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം എ എടുക്കാം. എയില് ഈ Q2 എന്ന് പറയുന്നത് എത്രയാണ്? -10⁻⁻8 കൂളോം ആണ്. Q1 10 + 10⁻⁻8 കൂളോം ആണ്. അപ്പൊ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ Q2 കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, Q1 കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. Q1 കാരണം ഇത് പോസിറ്റീവ് ചാർജ് അല്ലേ, അത് കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഇവിടെ മൈനസ് ചാർജ് അല്ലേ, മൈനസ് ചാർജ് അതിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ഡയറക്ഷനും ഇങ്ങോട്ടായിരിക്കും. അപ്പൊ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. അതായത് ടുവാർഡ്സ് എങ്ങോട്ടായിരിക്കും? Q2 ലോട്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. E at A.
എയിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്ര വരുവാടാ? ഇ അറ്റ് എ ഇസ് ഇക്വൽ ടു ഇ ഡ്യൂ ടു Q1 പ്ലസ് ഇ ഡ്യൂ ടു Q2 വരും. കാരണം രണ്ടും എന്താ സെയിം ഡയറക്ഷനിലാണ്. Q1 കൊണ്ടുള്ള ചാർജ് എത്ര വരും? 1/4πε0 ഇൻറ്റു Q1 എത്രയാണ്? Q1 എന്ന് പറയുന്നത് 10⁻⁻8 അല്ലേ? 10⁻⁻8 ഡിവൈഡഡ് ബൈ R. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 5 ഇൻറ്റു 10⁻²² ദ ഹോൾ സ്ക്വയർ പ്ലസ് 1/4πε0 ഇൻറ്റു മറ്റേതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? 10⁻8 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? രണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇത് ഇതിനെ റിപ്പൽ ചെയ്തു, ഇത് ഇതിനെ അട്രാക്ട് ചെയ്തു. അപ്പൊ ടുവാർഡ്സ് Q2 along Q2. അപ്പോ ഇനി ഇവിടുന്ന് എനിക്ക് എന്ത് എടുക്കാം? ഇതിനെ 2 ഇൻറ്റു 1/4πε0 ഇൻറ്റു 10⁻⁻8 ഡിവൈഡഡ് ബൈ 5ന്റെ സ്ക്വയർ 25 ഇൻറ്റു 10⁻⁻4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1/4πε0 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 10⁻9 ഇൻറ്റു 10⁻8 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 10⁻4 എന്ന് വരും. ഓക്കെ അല്ലേ? ഇങ്ങനെ കിട്ടത്തില്ലേടാ? കിട്ടും. ഇത് എനിക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാമോ? ഇത് എനിക്ക് ചെയ്യുമ്പോൾ ഈ 10⁻4 മുകളിൽ ചെല്ലുമ്പോൾ ഇവിടെ 10⁻4 വരും. ഇത് എനിക്ക് ചെയ്യുമ്പോൾ 3 പോയിന്റ് എത്ര കിട്ടൂടാ? 3 പോയിന്റ് അല്ല, എത്ര കിട്ടും? 7.2 ഇൻറ്റു 10⁻4 ന്യൂട്ടൺ പെർ കൂളോംബ് എന്ന് കിട്ടും. എത്ര കിട്ടും? 7.2 ഇൻറ്റു 10⁻4 ന്യൂട്ടൺ പെർ കൂളോംബ് എന്ന് കിട്ടും. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? along Q2 ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അടുത്തത്, അതായത് ബിയിലെ എന്ത് കണ്ടുപിടിക്കാം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ബിയിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ പറഞ്ഞേ, ഈ ബി എടുക്കുമ്പോൾ അവിടെ ആരൊക്കെ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവൂടാ? ഈ ബി എടുത്താൽ അവിടെ ആരൊക്കെ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്? ഈ Q1 കാരണമുണ്ട്, Q2 കാരണമുണ്ട്. Q1 കാരണം ഇവിടെ പ്ലസ് 10⁻⁻8 കൂളോംബ് അല്ലേ? അപ്പൊ Q1 കാരണമുള്ള ഈ ബിയിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇതിനെ റിപ്പൽ ചെയ്യും. അതായത് ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക അല്ലേ? ഇനി ഈ ഒരു -10⁻⁻8 കൂളോംബ് ഇത് ഇതിനെ എന്ത് ചെയ്യൂടാ? അട്രാക്ട് ചെയ്യും. ഈ ബിയെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ ബിയിൽ ഇങ്ങോട്ട്, അതായത് Q1 Q2 കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഇത് ഈ Q2, ഇത് എങ്ങോട്ടായിരിക്കും? ഈ Q1 ഇങ്ങോട്ടും ആയിരിക്കും. ആയിരിക്കത്തില്ല? അതായത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇവിടെ ഈ Q1 ഇങ്ങോട്ടും ഈ Q2 എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടും ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഈ Q1 കണ്ടുപിടിക്കാം. അവിടെ എന്ത് കണ്ടുപിടിക്കാം? ഈ Q1 കണ്ടുപിടിക്കാം. ഈ Q1 കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? 1/4πε0 ഇൻറ്റു Q1 അത് എത്രയാ? 10⁻⁻8 ഡിവൈഡഡ് ബൈ R. അവിടെ എത്രയാ? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 ഇൻറ്റു 10⁻². ഇത് ഹോൾ സ്ക്വയർ എടുക്കാം. ഓക്കെ അല്ലേ? ഇനി ഈ Q2 കണ്ടുപിടിക്കാം. ഈ Q2 ആകുമ്പോൾ എന്തെങ്കിലും 1/4πε0 ഇൻറ്റു Q2ന്റെ ചാർജ് എത്ര തന്നെയാ? 10⁻⁻8 ആണ്. ഡിവൈഡ് ബൈ അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് അപ്പൊ എത്ര വരും നോക്കി? ഇവിടെ ഒരു 0.05 ഉണ്ട്, ഇവിടെ ഒരു 0.05 ഉണ്ട്, ഇവിടെ ഒരു 0.05. ഇതല്ലേ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. 0.05 0.05 കൂടെ 0.1 കിട്ടും. 0.1ഉം 0.05 കൂടെ 0.15 കിട്ടും. അപ്പൊ എത്ര കിട്ടൂടാ? 0.15 ഇത് ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? ഇത് ചെയ്യുമ്പോൾ എനിക്ക് 3.6 ഇൻറ്റു 10⁻4 ന്യൂട്ടൺ പെർ കൂളോംബ് എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ എനിക്ക് 4 ഇൻറ്റു 10⁻3 ന്യൂട്ടൺ പെർ കൂളോംബ് എന്ന് കിട്ടും. ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നതല്ലേ? അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ബി ഈസ് ഈക്വൽ ടു, ഇതിൽ ഏതാടാ വലുതെന്ന് പറയുന്നത്? നമ്മുടെ ഇത് 3.6 ഇൻറ്റു 10⁻4 ആണ്. ഇത് 4 ഇൻറ്റു 10⁻3 ആണ്. ഇതിൽ ഏതാ വലുത്? ഇതല്ലേ? അപ്പൊ ഈ Q1 മൈനസ് ഈ Q2 എടുത്താൽ മതി. അപ്പൊ എത്ര വരുവാടാ? ഇത് ചെയ്യുമ്പോൾ 3.2 ഇൻറ്റു 10⁻4 ന്യൂട്ടൺ പെർ കൂളോംബ് എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ Q1 അല്ലേ വലുത്? ഈ Q1ന്റെ ഡയറക്ഷൻ ആയിരിക്കില്ലേ? ആ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേടാ? Q1ന്റെ ഈ Q1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ? അപ്പൊ ഇവിടുത്തെ നെറ്റ് ഈ ബിയിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ടുവാർഡ്സ് പോസിറ്റീവ് ചാർജ് Q1ലായിരിക്കും. അപ്പൊ എനിക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഇറ്റ്സ് എലോങ് Q1 എന്ന് എഴുതാം. അതിന്റെ ചാർജ് എങ്ങോട്ടായിരിക്കും? ഡയറക്ഷൻ എലോങ് Q1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ എ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് സമ്മറൈസ് ചെയ്ത് എഴുതുവാണെങ്കിൽ ഈ എ എന്ന് പറയുന്നത് എത്ര കിട്ടിയായിരുന്നു? 7.2 ഇൻറ്റു 10⁻4 ന്യൂട്ടൺ പെർ കൂളോംബ്. അത് എലോങ് ഏത് ഡയറക്ഷനിലായിരുന്നു? എലോങ് Q2 നെഗറ്റീവ് ചാർജിന്റെ ഡയറക്ഷനിലായിരുന്നു. ഈ ബി എന്ന് പറയുന്നത് എത്ര കിട്ടി? ഈ ബി എന്ന് പറയുന്നത് 3.2 ഇൻറ്റു 10⁻4 ന്യൂട്ടൺ പെർ കൂളോംബ്. അത് എലോങ് ദി ഡയറക്ഷൻ, ആരുടെ ഡയറക്ഷനിലാണ്? Q1 പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷനിലും ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം മക്കളെ? സിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നോക്കിയടാ, ഈ Q1 ഈ സിയെ എന്ത് ചെയ്യും?
Q1 നിന്ന് പോസിറ്റീവ് ചാർജ് അല്ലേ, ഇവിടെ എത്രയാ 10⁻⁻8 കൂളോം ആണ്, ഇവിടെ -10⁻⁻8 കൂളോം ആണ്. ഇത് പോസിറ്റീവ് ചാർജ് അല്ലേ, ഇത് ഇതിനെ റിപ്പൽ ചെയ്യും, ഇങ്ങോട്ട് വരും. ഇതെന്താണ് ഈ Q1. ഇത് ഇതിനെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ Q2 ഇങ്ങോട്ട് വരും. അപ്പൊ ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന് എന്ത് വരുവാടാ, ഇത് രണ്ട് ആംഗിൾ, ഇതൊരു ഇക്വലാറ്റർ ട്രയാംഗിൾ കാരണം 3 സൈഡും ഈക്വൽ അല്ലേ. അപ്പൊ ഇവിടെ 60 ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 120 ഡിഗ്രി വരും. അപ്പൊ ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇക്ക് ഈക്വലും ആയിരിക്കും. ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവും, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇക്ക് തന്നെ ഈക്വൽ ആവും. ആ ഏതെങ്കിലും ഒരു ഇ അങ്ങ് കണ്ടുപിടിച്ചാൽ പോരെ, ഇതിൽ ഏതെങ്കിലും ഒരു ഇ കണ്ടുപിടിച്ചാൽ മതി. അത് എത്ര വരും, 1/4πε0 ഇൻറ്റു Q എത്രയാ 10⁻⁻8 ഡിവൈഡഡ് ബൈ R, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.1 ദ ഹോൾ സ്ക്വയർ. അത് എത്ര കിട്ടും, 1/4πε0 ഇൻറ്റു 10⁻⁻8 ഡിവൈഡ് ബൈ, ഇത് 10⁻⁻1 അല്ലേ, അപ്പൊ 10⁻², 9 ഇൻറ്റു 10⁻9 ഇൻറ്റു 10⁻6 എന്ന് വരും. ഇത് 9 ഇൻറ്റു 10⁻3 ന്യൂട്ടൺ പെർ കൂളോം എന്ന് കിട്ടും. 9 ഇൻറ്റു 10⁻3 ന്യൂട്ടൺ പെർ കൂളോം. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും അല്ലെ, ഈ ഡയറക്ഷനിലായിരിക്കും, ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. രണ്ടിന്റെ റിസൾട്ടന്റ് ആയിട്ട്, അതായത് ഇപ്പൊ നമുക്ക് പറയാം ഇത് റൈറ്റ് ഡയറക്ഷൻ എന്ന് പറയാം, എലോങ് റൈറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ, എലോങ് റൈറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അത് കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായോ, അതായത് ഇതുകൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, ഇതുകൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. അപ്പൊ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്ത ആംഗിൾ 120 ആണെങ്കിൽ അവരുടെ ഇടയ്ക്കുള്ള വെക്ടർ, അതായത് റിസൾട്ടന്റ് വെക്ടർ ഇക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഇ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് എത്ര കിട്ടും, 1.4 ഇൻറ്റു 10⁻⁸ ഡിവൈഡ് ബൈ എന്തൊരു 0.1 ദ ഹോൾ സ്ക്വയർ എന്നൊരു, അത് എത്ര കിട്ടും, 9 ഇൻറ്റു 10⁻3 ന്യൂട്ടൺ പെർ കൂളോം എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. അപ്പൊ ഇത് നമുക്ക് കിട്ടി, നമ്മൾ സിയും നമുക്ക് കിട്ടി, ഈ എയും ഈ ബിയും നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എനിക്ക് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുക. അപ്പൊ ആ ഒരു ഡയറക്ഷൻ നോക്കാൻ പഠിക്കുക, വാല്യൂ എടുക്കുക, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും, അതിനെ അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ആ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഓക്കെ അല്ലേടാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 1.9. Two charges plus 10 microcoulomb are placed 5 mm apart. Determine the electric field at A. A point P on the axis of dipole 50 cm from its center O on the side of the positive charge, as shown in figure A. And B at a point Q 50 cm away from O on a line passing through O and normal to the axis of dipole, as shown in figure 1.8b. അപ്പൊ നമുക്ക് ഇതിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. എ പാർട്ടിൽ എവിടെയാണ് നമുക്ക് പി ലൈ ചെയ്യുന്ന എന്തിലാണ്, ഇതൊരു ഡൈപോൾ ആണ്. ആ ഡൈപോളിന്റെ എലോങ് ദി ആക്സിസിലാണ്, അതായത് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ഡൈപോളിലാണ് പി ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ, 1/4πε0 ഇൻറ്റു ആക്സിയൽ പോയിന്റ് ആണെങ്കിൽ 2p ഡിവൈഡ് ബൈ ആർ ക്യൂബ് ആണ് അല്ലെ. ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ്, ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, എലോങ് ബി പി ആയിരിക്കും. പോസിറ്റീവ് ഇങ്ങോട്ടായിരിക്കും അല്ലെ, എലോങ് ബി പി ആയിരിക്കും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് 1/4πε0 എത്രയാ, 9 ഇൻറ്റു 10⁻9 ഇൻറ്റു 2 ഇൻറ്റു പി കണ്ടുപിടിക്കണം. പി എങ്ങനെ കണ്ടുപിടിക്കാം, പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a ആണ് അല്ലെ. ഇവിടെ ക്യൂ എത്രയാണ്, 10 മൈക്രോ കൂളോം ആണ്. അപ്പൊ 10 ഇൻറ്റു 10⁻6 ഇൻറ്റു 2a അല്ലേ കണ്ടുപിടിക്കേണ്ടത്, 2a. അപ്പൊ 2a എത്ര കിട്ടൂടാ, ഇവിടെ 2a എന്ന് പറയുമ്പോ ഇത് എ എന്ന് 2a എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാ, 5 mm അപ്പാർട്ട് ആണ്. അപ്പൊ 5 ഇൻറ്റു 10⁻3 2a ആണ് ഈ ഡിസ്റ്റൻസ്, അല്ലാതെ a അല്ല. അപ്പൊ എത്ര വരും, 5 ഇൻറ്റു 10⁻9 ഇൻറ്റു 10 വരും, ഈസിക്കൽ ടു 5 ഇൻറ്റു 10⁻8 എന്ന് വരും പി. അപ്പൊ എനിക്കിവിടെ 5 ഇൻറ്റു 10⁻8 ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ആർ എത്രയാണ് ഇവിടെ, ആർ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ അവേ ഫ്രം ദ പോയിന്റ് എന്നല്ലേ. അപ്പൊ 50 ഇൻറ്റു 10⁻2 ദ ഹോൾ ക്യൂബ് എന്ന് എടുക്കാം. ഓക്കെ അല്ലേ. ഓക്കെ, ഇത് എത്ര കിട്ടും, ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2.67 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ കൂളോം എന്ന് കിട്ടും. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇലക്ട്രിക് ഫീൽഡിന്റെ എലോങ് ബി പി ആയിരിക്കും. ബിന്ന് പിയിലോട്ട് ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ബി പാർട്ടാണ് അടുത്തത്. ബി പാർട്ട് നോക്കിക്കേടാ. ബി പാർട്ടിലാകുമ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കുന്നത്, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു ആക്സിസിന്റെ ഇക്വിറ്റോറിയൽ പൊസിഷനിലായിരിക്കുന്നത്. ഇവിടെ ക്യൂ ലൈ ചെയ്യുന്ന എവിടെ മക്കളെ, ക്യൂ ലൈ ചെയ്യുന്നത് ആസ് ക്യൂ ലൈസ് ഓൺ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് ഡൈപോൾ. അതായത് ആ ഒരു ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ പൊസിഷനിലാണ് എന്തിരിക്കുന്നത്, ക്യൂ ഇരിക്കുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ, 1/4πε0 ഇൻറ്റു പി ബൈ ആർ ക്യൂബ് ആണ് അല്ലെ. അതെ, ഇവിടെ 9 ഇൻറ്റു 10⁻9 ഇൻറ്റു പി എത്രയാണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാ. പി എത്രയാ, 5 ഇൻറ്റു 10⁻8 ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് അല്ലെ. ഇവിടെ ആർ എത്ര കിട്ടും, ഇവിടെ പറഞ്ഞേ, ഇവിടെ ആർ എന്ന് പറയുന്നത് എത്ര കിട്ടും,
ഇവിടെ ആർ എത്രയാ? ആർ 50 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ 15 × 10⁻⁻² ദ ഹോൾ ക്യൂബ് എന്ന് വരും. ഇത് എത്ര കിട്ടും? നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ 2.67 അല്ലേ, അവിടെ ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പകുതി എത്ര കിട്ടും? 1.33 × 10⁵ ന്യൂട്ടൺ പെർ കൂളോം എന്ന് കിട്ടും. നമുക്കറിയാം ഈ ഇക്വിറ്റോറിയൽ എന്ന് പറഞ്ഞത് ഈ ആക്സിയൽ ബൈ 2 ആണ്. അപ്പൊ 1.33 × 10⁵ ന്യൂട്ടൺ പെർ കൂളോം. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ പ്ലസ് ക്യൂ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. ജസ്റ്റ് ഡയറക്ഷൻ നോക്കിയാൽ പ്ലസ് ക്യൂ റിപ്പൽ ചെയ്യും ഇങ്ങോട്ട്, മൈനസ് ക്യൂ അട്രാക്ട് ചെയ്യും, അപ്പൊ അത് ഇങ്ങോട്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് ഇങ്ങോട്ടായിരിക്കും. അതായത് എങ്ങോട്ടാ? ബി എക്ക് പാരലൽ ആയിട്ട് അല്ലെ. എങ്ങനെ വരും? എലോങ് പാരലൽ ടു ബി എ, എലോങ് പാരലൽ ടു ബി എ, ബി എക്ക് പാരലൽ ആയിട്ടായിരിക്കും ഡയറക്ഷൻ വരും ഇലക്ട്രിക് ഫീൽഡിന്റെ. ഓക്കെ അല്ലേ? ഇക്വിറ്റോറിയൽ പൊസിഷൻ എന്നും പറഞ്ഞു. അപ്പൊ ഏതൊക്കെ ഇക്വേഷൻ ഇവിടെ നോട്ട് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്യണം. ഇക്വിറ്റോറിയൽ പൊസിഷൻ ആണെങ്കിൽ 1/4πε0 P/r3. ആക്സിയൽ പോയിന്റ് ആണെങ്കിൽ E = 1/4πε0 2P/r3. രണ്ട് ഇക്വേഷൻ നോട്ട് ചെയ്യണം. ഓക്കെ അല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Example 1.10. The electric field components in figure 1.24 are Ex = alpha x raised to 1/2, Ey = Ez = 0, in which alpha is = 800 Newton per coulomb, the meter raised to -1/2. Calculate A, the flux through the cube, B, the charge within the cube. Assume that A is = 0.1 meter. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണ്ട? ഈ ഒരു ക്യൂബിക്കൂടെയുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം, പിന്നെ ഈ ഒരു ക്യൂബിന്റെ ഉള്ള ചാർജും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് A 0.1 മീറ്റർ ആയിട്ട് എടുക്കാം. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എ, ഈ ക്യൂബ് ഇരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് 0.1 മീറ്റർ ആണ്. അതുപോലെ ഈ ക്യൂബിന്റെ ഒരു സൈഡും 0.1 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് കണ്ടുപിടിക്കണം. ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഒരു ക്യൂബില് ഈ എക്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഈ എക്സ് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ ആകെ ഫ്ലക്സ് വരുന്നത് ഏതൊക്കെ സർഫസിലാണ്? ഈ സർഫസിൽ മാത്രമേ ഫ്ലക്സ് വരുള്ളൂ. ബാക്കി എല്ലാത്തിലും എന്ത് ചെയ്യും? കോസ് 90 വരും, അത് 0 ആയി പോകും. അപ്പൊ ഈ രണ്ട് സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ ഒരു സർഫസിലെ ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിക്കണം, ഈ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഈ ഒരു സർഫസ്, ഇത് റൈറ്റ്, ഇത് എന്തായിട്ട് എടുക്കാം? ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ റൈറ്റ് സൈഡിലെ ഇലക്ട്രിക് എന്ത് കണ്ടുപിടിക്കാം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പൊ ഈ റൈറ്റ് ഈസ് നമുക്ക് എന്തെഴുതാം? ആൽഫ എക്സ് റേസ് ടു 1/2 ആണ്. അപ്പൊ ആൽഫ ഇൻറ്റു എക്സ് അവിടെ എത്ര വരുവാ? ഈ ഒരു ഡിസ്റ്റൻസ് എ, ഈ ഒരു ക്യൂബിന്റെ ലെങ്തും എ ആണ്. അപ്പൊ എ പ്ലസ് എ എത്ര വരും? 2a എന്ന് വരും. 2a ഇത് ഹോൾ റേസ് ടു 1/2 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതെന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവിടുത്തെ ഫ്ലക്സ് എത്ര വരും? ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഇ എസ് കോസ് തീറ്റ അല്ലേ? അതെ. അപ്പൊ അത് എത്ര വരും? ആൽഫ ഇൻറ്റു 2a ദ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു എസ് എത്ര വരുവാടാ? എ സ്ക്വയർ അല്ലേ? എസ് എത്രയാണ്? എ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ ഇൻറ്റു കോസ്. ഇവിടുത്തെ ആംഗിൾ എത്ര വരും? സർഫസ് സെറ്റർ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ, അതിന്റെ സർഫസ് സെറ്ററിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാ. കോസ് 0 വരും, അത് എത്ര വരും? 1 എന്ന് വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് 5r ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് ലെഫ്റ്റ് സൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ആൽഫ എക്സ് റേസ് ടു 1/2 തന്നെയാണ്. അവിടെ ആൽഫ ഇൻറ്റു അവിടെ എക്സ് എത്രയാവും? എക്ക് ഈക്വൽ ആവും, എ റേസ് ടു 1/2 എന്ന് വരും. അവിടെ ഉള്ള ഫ്ലക്സ് എന്ത് വരും? 5L = ES കോസ് തീറ്റ ആണ്. അതായത് ആൽഫ എ റേസ് ടു 1/2 ഇൻറ്റു എ സ്ക്വയർ കോസ് എത്ര വരുവാടാ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. അവിടെ ഉള്ള സർഫസ് വെക്ടർ എങ്ങോട്ടാ? ഇങ്ങോട്ട്. ആ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ. അപ്പൊ അവരുടെ ഇടയിലുള്ള ആംഗിൾ എത്ര വരും? 180 വരും. കോസ് 180 എന്ത് വരും? -1 വരും. കോസ് 180 എത്ര വരും ഇവിടെ? -1 വരും. അപ്പൊ ഇത് എത്ര കിട്ടും? മൈനസ് ആൽഫ എ റേസ് ടു 1/2 ഇൻറ്റു എ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ പ്ലസ് ആൽഫ 2a റേസ് ടു 1/2 ഇൻറ്റു എ സ്ക്വയർ എന്നും വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതായത് ഇത് എന്ത് വരും? മൈനസ് വരും, ഇത് പ്ലസ് വരും. അപ്പൊ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ്, നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് എന്ന് പറയുന്നത് എത്ര വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ. അപ്പൊ എത്ര വരും? 5r പ്ലസ് 5l എടുക്കുന്നതാണ്. അതായത് നമുക്ക് എങ്ങനെ എടുക്കാം? ആൽഫ എ സ്ക്വയർ ഇൻറ്റു 2a ദ ഹോൾ റേസ് ടു 1/2 മൈനസ് ആൽഫ എ സ്ക്വയർ ഇൻറ്റു എ റേസ് ടു 1/2 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് എങ്ങനെ എടുക്കാം? ആൽഫ എ സ്ക്വയർ ഇൻറ്റു എ റേസ് ടു 1/2 കൂടി ഇങ്ങോട്ട് വരട്ടെ, അതൊരു രണ്ടിനും കോമൺ അല്ലേ. അപ്പൊ ഇൻറ്റു എ റേസ് ടു 1/2 ഇൻറ്റു എന്തെന്ന് വരും ഇവിടെ? 2 റേസ് ടു 1/2 മൈനസ്, അതായത് √2 - 1 എന്ന് വരും. ഇതിന് എനിക്ക് ആൽഫ എ റേസ് ടു 5/2 ഇൻറ്റു √2 - 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? ആൽഫ എത്രയാണ്?
നെറ്റ് ഫ്ലക്സ് ആൽഫ എത്രയാ മക്കളെ? ആൽഫ എന്ന് പറയുന്നത് 800 ആണ്. 800 ഇൻറ്റു എയുടെ വാല്യൂ എത്രയാ? 0.1. 0.1 ദ ഹോൾ റേസ് ടു 5/2 ഇൻറ്റു √2 മൈനസ് 1 ഈസ് ഈക്വൽ ടു ഇത് എത്ര കിട്ടും? 1.05 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്ന് കിട്ടും. 1.05 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. ഇതാണ് നമ്മുടെ എ പാർട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അത് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? ഇത് ചാർജ് വിത്തിൻ ദ ക്യൂബ്. നമുക്ക് ചാർജ് കണ്ടുപിടിക്കണം. ഫ്ലക്സ് അറിയാമെങ്കിൽ നമുക്ക് ചാർജ് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഫ്ലക്സ് 5 ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ ആണ്. ഇവിടുന്ന് ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5 ഇൻറ്റു ε0. അപ്പൊ എത്ര വരും? 5 നമുക്ക് 1.05 എന്ന് കിട്ടി. ഇൻറ്റു ε0 8.85 ഇൻറ്റു 10⁻⁻12 ഈസ് ഈക്വൽ ടു 9.27 ഇൻറ്റു 10⁻⁻12 കൂളോം എന്ന് കിട്ടും. എത്ര കിട്ടും? 9.27 ഇൻറ്റു 10⁻⁻12 കൂളോം. ഓക്കെ അല്ലേ? നെറ്റ് ചാർജും കിട്ടി, ഫ്ലക്സും കിട്ടി. ഈസി അല്ലേ? ഓക്കെ.